ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മിന്നൽ മുരളി എന്ന് പറയുന്ന ടോവിനോ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ. ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ആ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു തീം എനിക്ക് കിട്ടിയത്. മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ 50% തീം നമ്മളെടുക്കും, 50% നമ്മുടെ സ്റ്റൈലിൽ അതിനെ ഒരു കംപ്ലീറ്റ് മാനിപ്പുലേഷനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ്ങും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു മാനിപ്പുലേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് മാനിപ്പുലേഷനായിട്ടാണ്. ആ ഒരു പോസ്റ്ററിൽ 3 സബ്ജക്റ്റുകളുണ്ട്, അതായത് 3 ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മളെ ഫോട്ടോയിൽ ഉപയോഗിക്കാൻ പോകുന്നത് 3 സൂപ്പർ ഹീറോസിനെയാണ്. അപ്പോൾ Hi friends, welcome back to EYESOPEN. It's me and Shadhan Nisar. Let's intro. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് സ്റ്റോക്ക് ഇമേജസ്. ഞാൻ ഇത്രയും സ്റ്റോക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു പോസ്റ്ററിൽ കാണുന്ന ആ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ആ ഒരു തീമിലേക്ക് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഈ ഒരു ക്യാൻവാസിനകത്ത് ഒരു തീം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പല ഇമേജ് നമുക്ക് അതേപോലത്തെ രീതിയിലുള്ളതൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നമുക്ക് നമ്മളേതായ രീതിക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും അതിൻ്റെ സെയിം കോപ്പി അല്ല, അത് ആദ്യമേ ഒന്ന് പറയുവാണ്. നമുക്ക് നമ്മളേതായ രീതിക്കാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് ബ്രഷ് ടൂളാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാസിൻ്റെ ബ്രഷും അതുപോലെ തന്നെ ഈ എറൈസിങ്ങും കാര്യങ്ങളൊക്കെ മാസ്കിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക, എങ്കിൽ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ഉടനെ ഇടാം. അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷ അതേപോലത്തെ ഓട്ടോറിക്ഷ നമുക്ക് കിട്ടിയില്ല, എങ്കിലും നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു ഓട്ടോറിക്ഷയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് അത് ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാം. ആ ഒരു ഇമേജിനകത്ത് മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് സൂപ്പർ ഹീറോസിനെയാണ്. ഏകദേശം ആ ഒരു ഫിഗറുമായിട്ട് മാച്ച് ആയിട്ടുള്ള കുറച്ച് സൂപ്പർ ഹീറോസിനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ പിക്ചറിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. അതായത് പല ഇമേജുകളായതുകൊണ്ട് തന്നെ പല ലൈറ്റിംഗ് കണ്ടീഷനിലാണ് ഈ പിക്കുകൾ ഇരിക്കുന്നത്. നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടി ഒറ്റ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാം. ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോസിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും കൂടെ ഷാഡോസ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കളർ കറക്ഷനാണ്. അതായത് നമ്മൾ ആ ഒരു പോസ്റ്റർ ഇമേജിനകത്ത് കംപ്ലീറ്റ് ഒരു ബ്ലൂയിഷ് ഒരു ഗ്ലോ ലൈറ്റിങ് അതുപോലെ തന്നെ ബ്ലൂയിഷ് കളറാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു പിക്ചറിന് നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു പോകുന്നത്, കാരണം ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നെടുന്തൂണായിട്ടുള്ള കുറച്ച് വർക്കാണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ്. നമ്മൾ ഈ ഒരു ചന്ദ്രൻ അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷയുടെ ബൾബ് അതുപോലെ തന്നെ ആ വീടിന് പുറകിലെ വിൻഡോയിൽ കൂടി ലൈറ്റ് പുറത്തോട്ട് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്യണം, അതായത് ഗ്ലോയിങ് ചെയ്യണം.
അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഫ്യൂച്ചറായിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും ആ ഒരു ലൈറ്റിംഗ് ഗ്ലോ എഫക്റ്റുകളും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹൈലൈറ്റ്സ് ആണ്. കാരണം ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ എന്തായാലും ഈ ഒരു സബ്ജക്റ്റുകളെ പുറത്ത് എഡ്ജിലൊക്കെ ഹൈലൈറ്റ്സ് വരും. നമ്മൾ അതാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ വിൻഡോയിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്ന എഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോക്കസിങ് ആണ്. നമ്മൾ ഫീൽഡ് ബ്ലർ കൊടുത്തിട്ട് നമുക്ക് സബ്ജക്റ്റും ഫോർഗ്രൗണ്ടുമായിട്ട് ഒരു ബ്ലറിങ്ങിലൊരു വ്യത്യാസം വരുത്തണം. അതായത് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഫോർഗ്രൗണ്ട്, ഇതെല്ലാം നമ്മൾ ഫോട്ടോഗ്രാഫി ശ്രദ്ധിക്കുമ്പോൾ എഡിറ്റിങ്ങിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള കളർ ഗ്രേഡിങ്ങും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മിന്നൽ മുരളി കോപ്പിയല്ല, മിന്നൽ മുരളി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പൊളി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണ്, എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലും തപ്പി നോക്കുക, അടിപൊളി വീഡിയോസ് കിടപ്പുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ ഒരു അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസ.